ഋതികയ്ക്ക് കിട്ടിയ അടികളൊന്നും അത്ര നിസ്സാരമല്ല. അടി കൊണ്ടത് ഋതികയ്ക്കാണെങ്കിലും നൊന്തിരിക്കുന്നതേ മറ്റു രണ്ടുപേർക്കുവാ, രാജുവിനും വല്യമ്മാവനും. അവരുടെ ഹൃദയത്തിനിട്ടാ ആ അടിയേറ്റിരിക്കുന്നത്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മേ, നമ്മൾ സൂക്ഷിച്ച് നടക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാ ഞാൻ നൽകിയത്. വാണി, ജഗന്നാഥനെ കൊന്നത് ഋതികയല്ലെന്ന് എന്തായാലും തെളിഞ്ഞല്ലോ. അതുകൊണ്ട് തീരുന്നില്ല രാജുവിന്റെ വല്യമ്മാവിന്റെ അന്വേഷണം. പത്മയും ഋതികയും രാജുവും കൂടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാ ജഗന്നാഥൻ വെടിയേറ്റ് മരിച്ചത്. എന്തിനാ അയാൾ ആ സമയത്ത് കൊന്നുവെന്ന് ഉറപ്പായും വല്യമ്മാവൻ ചിന്തിക്കും. കൊന്നവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് വല്യമ്മാവൻ പിടിപ്പിക്കും. അതുറപ്പാ. അമ്മയെന്ന് സൂക്ഷിച്ചോ. ഞാൻ ഓൾറെഡി വല്ലാത്ത ടെൻഷനില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ ഉപദേശിക്കുകയല്ല. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഞാൻ ഏട്ടനെ ഓർമ്മപ്പെടുത്തുന്നു മാത്രം. ഏട്ടനിപ്പോ ഒരു രോഗിയായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. എന്ത് കാര്യം വന്നാലും ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കരുത്, ദേഷ്യപ്പെടുകയരുത്. ഇതൊക്കെ പറയാൻ എളുപ്പ ശേര, പ്രാക്ടിക്കലാകാൻ വലിയ പാടാ. വികാര വിചാരങ്ങളില്ലാത്ത ജീവിയാണോ മനുഷ്യൻ? നമുക്കിഷ്ടമുള്ളത് കേൾക്കുമ്പോഴും ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോഴൊക്കെ അതിൻ്റെതായ ഫീലിങ്സ് ഉണ്ടാവും. അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യേണ്ടെന്നായിട്ടാ ഞാൻ പറയുന്നത്. നിനക്കങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും ഉത്തരം കിട്ടാതെ എനിക്ക് സമാധാനമില്ല. എന്റെ ടെൻഷനും മാറില്ല. ഏട്ടനെ സ്നേഹിക്കുന്നവരാ ഈ വീട്ടിലുള്ള എല്ലാവരും, പ്രത്യേകിച്ചും ഏട്ടന്റെ മോളും മരുമോനും. ഇതുപോലെ സ്നേഹനിധികളായ ഒരു മകളെയും മരുമകനെയും കിട്ടിയ ഏട്ടൻ എത്രയോ വലിയ ഭാഗ്യവാന്. സ്നേഹനിധികളും അക്കാര്യം ഒന്നും പറയാതിരിക്കാ ശേഖര നല്ലത്. നീയും ഞാനും തമ്മിൽ വെറുതെ ഒരു തർക്കം വേണ്ട. ഞാനങ്ങനെ പൊസസീവൊന്നുമല്ല. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. ചേട്ടാ, വീണ്ടും ചോര വരുന്നു. ഋതികയുടെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സർ, ദയവായി കേൾക്കണം. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? സർ, ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോയതാണ് സർ. അതിന്റെ പിന്നില് ഒരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് സാറിനോട് തുറന്നു പറയാനുള്ള ഒരു അവസരം സാർ തരണം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ആ മാറ്റർ സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ല. നീയും എന്റെ മകളും ചേർന്ന് എന്നെ ചതിച്ചു. ദേഷ്യമുണ്ടെന്ന് കരുതി അങ്ങനെയൊന്നും പറയില്ല ഏട്ടാ. രാജു അത്തരക്കാരനൊന്നും അല്ല. നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. വിശ്വാസവഞ്ചന കാണിക്കുന്ന ആരെയും എനിക്കിഷ്ടമല്ല. സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സാറിനോട് എന്ത് വിശ്വാസവഞ്ചന കാണിച്ചു? സാറിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ തെറ്റിദ്ധാരണ മാറ്റാൻ. മതി, എനിക്കൊന്നും കേൾക്കണം ഞാൻ പറഞ്ഞില്ലേ? ഞാൻ എല്ലാവരും നിഷ്കളങ്കമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അവരെല്ലാവരും ചേർന്ന്
എന്റെ ചങ്കിലിട്ട് കത്തി കൊണ്ട് കുത്തി. സാർ ഞാൻ വേണ്ട, എല്ലാവരെയും എനിക്കറിയാം. പക്ഷേ ഞാൻ മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയിന്ന് മാത്രം. സാറ് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്തായാലും ആ തെറ്റിദ്ധാരണ മാറിയേ പറ്റൂ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ മലയാളത്തിലല്ലടാ ഞാൻ നിന്നോട് പറഞ്ഞത്. എന്റെ മനസ്സിന് കുറച്ച് സ്വസ്ഥത വേണം. ഒന്ന് ഇറങ്ങി പോവാവോ നിനക്ക് അവിടെ നിന്ന്? സാറ് എന്നും എന്റെ മനസ്സിൽ ദൈവ. ഞാൻ സാറിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. വെറുപ്പോടെ സാർ എന്നെ നോക്കുന്നതോ സംസാരിക്കുന്നതോ എനിക്ക് സഹിക്കാനാവില്ല. സാർ, എന്നോട് ക്ഷമിക്കണം. എന്നെ ശല്യം ചെയ്യാതൊന്ന് പോവാവോ?